കഴിഞ്ഞ ജൂലൈ 31-നാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സൈനിക ഗസ്റ്റ് ഹൌസിൽ നടന്ന സ്ഫോടനത്തിൽ ഹനിയ കൊല്ലപ്പെടുന്നത്. ഇതിനായി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് വൻ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ചാനൽ 12 ടെലിവിഷൻ ചാനലാണ് വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നുകയറി ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഹനിയയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനമെടുത്തിരുന്നു. ഇസ്മായിൽ ഹനിയ ഖത്തറിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ അവിടെ വെച്ച് ഹനിയയെ വധിക്കുന്നതിന് ചില പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമായി വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രധാനമായി മധ്യസ്ഥത വഹിച്ചിരുന്നത് ദോഹയാണ് എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖത്തറിൽ ആക്രമണം നടത്തിയാൽ അത് വെടിനിർത്തലിനെ ദോഷകരമായി ബാധിക്കുമെന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു. പിന്നെ ഹനിയയെ വധിക്കാൻ പറ്റിയ രാജ്യങ്ങൾ തുർക്കിയും റഷ്യയും ഇറാനുമായിരുന്നു. ഈ 3 രാജ്യങ്ങളിലും ഹനിയ സ്ഥിരമായി സന്ദർശനം നടത്തുന്നുണ്ടായിരുന്നു. തുർക്കിയിൽ വെച്ചാണ് ഹനിയ കൊല്ലപ്പെടുന്നതെങ്കിൽ പ്രസിഡന്റ് എർദോഗാൻ രൂക്ഷമായി പ്രതികരിക്കുമെന്ന് ഇസ്രായേലിന് ഉറപ്പായിരുന്നു. റഷ്യയിൽ വെച്ചാണ് വധം നടപ്പിലാക്കുകയാണെങ്കിൽ അത് പ്രസിഡന്റ് പുടിന്റെ വിരോധം വിളിച്ചു വരുത്തും. പിന്നെ ഹനിയയെ തീർക്കാൻ പറ്റിയ രാജ്യം ഇറാനാണെന്ന് ഇസ്രായേൽ തീരുമാനിക്കുകയായിരുന്നു. ഇസ്മായിൽ ഹനിയ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെത്തുമ്പോഴെല്ലാം താമസിക്കുന്നത് ഇറാൻ സൈന്യത്തിന്റെ വടക്കൻ ടെഹ്റാനിലുള്ള അത്യാഡംബര ഗസ്റ്റ് ഹൌസിലാണെന്ന കാര്യം ഇസ്രായേൽ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇക്കാര്യം മൊസാദിന്റെ ഓപ്പറേഷൻ കൂടുതൽ എളുപ്പത്തിലാക്കി. എന്നാൽ ഇറാനെ സംബന്ധിച്ച് ഹനിയ അതീവ സുരക്ഷ ആവശ്യമായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷയാണ് ഇറാൻ ഒരുക്കിയിരുന്നത്. ആദ്യം ഇസ്രായേൽ ഹനിയെ കൊല്ലാൻ പദ്ധതിയിട്ടത് ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴായിരുന്നു. എന്നാൽ സാധാരണക്കാരായ പലരും കൊല്ലപ്പെടും എന്നതുകൊണ്ടാണ് പദ്ധതി ഇസ്രായേൽ അവിടെ വെച്ച് വേണ്ടെന്ന് വെച്ചത്. 2 മാസം ഇസ്രായേൽ ഹനിയയുടെ വരവിനായി കാത്തിരുന്നു. അങ്ങനെയാണ് ഇറാനിലെ പുതിയ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഹനിയ എത്തുന്ന വിവരം മൊസാദിന് ലഭിക്കുന്നത്. ആദ്യം സത്യപ്രതിജ്ഞയുടെ തലേന്നാൾ വധിക്കാനായിരുന്നു പ്ലാനെങ്കിൽ പിന്നീട് അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മതിയെന്ന് തീരുമാനിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻപ് മൊസാദ് നിയോഗിച്ചവർ ഹനിയയുടെ മുറിയിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു. കിടക്കയ്ക്കരികിലായിട്ടാണ് ഇവ സ്ഥാപിച്ചത്. സ്ഫോടനത്തെ തുടർന്ന് ഹനിയ തൽക്ഷണം കൊല്ലപ്പെടുന്ന രീതിയിലായിരുന്നു എല്ലാം ക്രമീകരിച്ചിരുന്നത്. എന്നാൽ സ്ഫോടനത്തിന് അല്പം മുമ്പ് ഹനിയയുടെ മുറിയിൽ AC തകരാറിലായി. പെട്ടെന്ന് തന്നെ ഹനിയ മുറി വിട്ട് പുറത്തേക്ക് പോയി. ഹനിയ മടങ്ങിയെത്താൻ വൈകിയപ്പോൾ പണി പാളിയോ എന്ന സംശയം മൊസാദ് ഏജന്റുമാർക്ക് ഉണ്ടായി. എന്നാൽ AC വളരെ പെട്ടെന്ന് ശരിയാക്കുകയും ഹനിയ മുറിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. പുലർച്ചെ 1:30 ആയപ്പോൾ കൃത്യമായി സ്ഫോടനം നടന്നു. ഹനിയ കിടന്നുറങ്ങിയ മുറിയുടെ വലിയൊരു ഭാഗം തന്നെ സ്ഫോടനത്തിൽ പൊളിഞ്ഞു വീണിരുന്നു. ഇറാൻ സെനൈറ്റിലെ ഉന്നതർ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തിയെങ്കിലും ഹനിയ കൊല്ലപ്പെട്ടതായി അവർ മനസ്സിലാക്കി. ഹനിയയുടെ ചോരയിൽ കുളിച്ച മൃതദേഹം കണ്ട സഹായിയായ ഗിൽ അൽ ഗയ ബോധം കെട്ട് വീഴുകയായിരുന്നു. സംഭവത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന് ഇറാന് അറിയാമായിരുന്നെങ്കിലും എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ സാധ്യമാക്കിയതെന്ന് അവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. സംഭവത്തിന് പിന്നാലെ ഇറാൻ സൈന്യത്തിലെ പ്രമുഖർക്ക് പോലും വലിയ ഭയമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.